കർക്കിടക മാസം രോഗപ്രതിരോധശേഷി കുറയുന്നതും ശരീരത്തിന് ഏറെ കരുതൽ വേണ്ടതുമായ സമയമാണ്. ഈ കാലയളവിൽ നമ്മുടെ പൂർവികർ ആരോഗ്യ സംരക്ഷണത്തിനായി നിർദ്ദേശിച്ചിട്ടുള്ള ഒന്നാണ് കർക്കിടക കഞ്ഞി അഥവാ മരുന്ന് കഞ്ഞി. ഈ കഞ്ഞി കുടിച്ചാലുള്ള ഗുണങ്ങളും അത് വീട്ടിൽ എങ്ങനെ എളുപ്പത്തിൽ തയ്യാറാക്കാം എന്നും നമുക്ക് നോക്കാം. കർക്കിടകത്തിൽ ശരീരം ദുർബലമായിരിക്കാൻ സാധ്യതയുള്ളതിനാൽ ദഹനപ്രക്രിയ സുഗമമാക്കാനും രോഗങ്ങളെ പ്രതിരോധിക്കാനും ഈ കഞ്ഞി സഹായിക്കുന്നു. ശരീരത്തിന് പ്രതിരോധശേഷി നൽകി മഴക്കാലത്തുണ്ടാകുന്ന പനി, ജലദോഷം എന്നിവയെ ഇത് തടയുന്നു. ദഹനവ്യവസ്ഥയെ ശുദ്ധീകരിക്കുകയും വിശപ്പ് വർദ്ധിപ്പിക്കുകയും ചെയ്യും. ശരീരത്തിലെ വാത, പിത്ത, കഫ ദോഷങ്ങളെ സമനിലയിലാക്കി ക്ഷീണം മാറ്റാനും ശരീരത്തിൽ അടിഞ്ഞുകൂടിയിട്ടുള്ള വിഷാംശങ്ങളെ പുറന്തള്ളാനും ഇത് ഉത്തമമാണ്. കൂടാതെ വാതം മൂലമുണ്ടാകുന്ന കൈകാൽ വേദനകൾക്കും സന്ധിവേദനകൾക്കും ഈ മരുന്ന് കഞ്ഞി വലിയ ആശ്വാസം നൽകും. ഇത് തയ്യാറാക്കാൻ ആവശ്യമായ സാധനങ്ങൾ ഞവരയരി, ആശാളി, ഉലുവ, ചെറുപയർ എന്നിവയാണ്. ഇതിലേക്ക് ചേർക്കാൻ ജീരകം, കരിഞ്ജീരകം, പെരിഞ്ജീരകം, ചുക്ക്, കുരുമുളക്, തിപ്പലി എന്നിവ പൊടിച്ചതും മല്ലിയും ആവശ്യമാണ്. കൂടാതെ തേങ്ങാപ്പാൽ, പനങ്കൽക്കണ്ടം അല്ലെങ്കിൽ ശർക്കര, നെയ്യ്, ചെറിയ ഉള്ളി എന്നിവയും കരുതണം. ആദ്യം ഞവരയരി, ചെറുപയർ, ഉലുവ, ആശാളി എന്നിവ നന്നായി കഴുകി ആവശ്യത്തിന് വെള്ളമൊഴിച്ച് അടുപ്പിൽ വെച്ച് വേവിക്കുക. അരി പകുതി വേവാകുമ്പോൾ ചുക്ക്, കുരുമുളക്, തിപ്പലി, ജീരകം എന്നിവ പൊടിച്ചതും മല്ലിപ്പൊടിയും ചേർക്കുക. അരി നന്നായി വെന്തുടഞ്ഞ ശേഷം തേങ്ങയുടെ രണ്ടാം പാലൊഴിച്ച് ചെറുതീയിൽ തിളപ്പിക്കണം. ഇതിലേക്ക് മധുരത്തിനായി ശർക്കരയോ പനങ്കൽക്കണ്ടമോ ചേർത്ത് ഇളക്കുക. കഞ്ഞി പാകമായി വരുമ്പോൾ കുറുകിയ ഒന്നാം പാലൊഴിച്ച് ഇളക്കി തിള വരുന്നതിന് തൊട്ടുമുമ്പ് തീ അണയ്ക്കാം. അവസാനമായി ഒരു ചെറിയ പാനിൽ നെയ്യ് ചൂടാക്കി ചെറിയ ഉള്ളി അരിഞ്ഞത് മൂപ്പിച്ചു കഞ്ഞിയിലേക്ക് ഒഴിക്കുന്നതോടെ സ്വാദിഷ്ടമായ കർക്കിടക കഞ്ഞി തയ്യാറാകും. ഈ കഞ്ഞി രാവിലെ വെറും വയറ്റിലോ അല്ലെങ്കിൽ രാത്രി അത്താഴത്തിന് പകരമായോ കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. കഞ്ഞി കഴിക്കുന്ന ദിവസങ്ങളിൽ ചായ, കാപ്പി, അമിതമായ പുളി, എരിവ് എന്നിവ ഒഴിവാക്കുന്നത് ഗുണം വർദ്ധിപ്പിക്കും. എല്ലാവർക്കും ആരോഗ്യകരമായ ഒരു കർക്കിടക മാസം ആശംസിക്കുന്നു. നന്ദി.